ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തുറമുഖത്ത് ചരക്ക് കപ്പൽ അടുത്ത യാത്രയ്ക്കായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പുതുതായി ചാർജ് എടുക്കുന്ന കപ്പിത്താനാണ് ഇനി അങ്ങോട്ട് കപ്പലിന്റെ നിയന്ത്രണം. അയാൾ കപ്പലിന്റെ മുകളിൽ കയറി നിന്ന് കടൽ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങ് വിശാലമായി കിടക്കുന്ന കടൽ, പക്ഷേ വലിയ തിരമാലകളാൽ നിറഞ്ഞിരിക്കുന്ന കടൽ കണ്ടാൽ ആർക്കും ഭയം തോന്നും. അയാൾ തന്റെ ജൂനിയറെ വിളിച്ചിട്ട് പറഞ്ഞു, കടൽ വല്ലാതെ ക്ഷോഭിച്ചിരിക്കുന്നു. ഇന്ന് യാത്ര ആരംഭിക്കുന്നത് ദുഷ്കരമാണ്. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് യാത്ര ആരംഭിക്കാം. അങ്ങനെ കപ്പലിന്റെ യാത്ര 2 ദിവസത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും കടലിന്റെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ടായില്ല. അങ്ങനെ യാത്ര ഒരാഴ്ച നീണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജൂനിയർ കപ്പലിന്റെ ക്യാപ്റ്റനെ വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, കടൽ തീരത്ത് വിശ്രമിക്കുന്ന കപ്പലും അതിനുള്ളിലെ ചരക്കും കപ്പിത്താനും സുരക്ഷിതരാണ്. കടലിൽ ചുഴികളുണ്ട്, കൊടുങ്കാറ്റുണ്ട്, വൻ തിരമാലകളുണ്ട് എന്ന് കരുതി കയ്യും കെട്ടിയിരുന്ന് കാലാവസ്ഥ അനുകൂലമാകട്ടെ എന്ന് വിചാരിച്ചാൽ ആരും മികച്ച കപ്പിത്താനാവില്ല. ലക്ഷ്യസ്ഥാനത്ത് ചരക്കുമെത്തില്ല. അതുകൊണ്ട് കടലിലെ തിരമാലകളെ ഭയന്ന് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒട്ടും ശരിയല്ല. കഠിനതരമായ തിരമാലകളെ അതിജീവിച്ച് മുന്നേറാൻ തക്കവണ്ണമാണ് കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ധൈര്യപൂർവ്വം യാത്ര തുടങ്ങുക. തന്റെ ജൂനിയറായ ജോലിക്കാരന്റെ വാക്കുകൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു. അവർ യാത്ര ആരംഭിച്ചു. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളുടെ തിരമാലകൾ കാണുമ്പോൾ ഭയപ്പെട്ട് ഇനി എന്തു ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നെല്ലാം ചിന്തിച്ച് ഒരു കാര്യവും ചെയ്യാതെ എല്ലാത്തിൽ നിന്നും പുറകോട്ട് പോയാൽ നമ്മൾ ഒരിക്കലും ഒരു ലക്ഷ്യസ്ഥാനത്തും എത്തില്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശക്തരായിട്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് മറന്നു പോകരുത്. എന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം നിന്നാൽ യഥാർത്ഥ ലക്ഷ്യം എങ്ങനെ കണ്ടെത്താനാകും? മോശയുടെ കാലശേഷം ഇസ്രായേലിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന യോശുവായ്ക്ക് ദൈവം കൊടുക്കുന്ന അരുളപ്പാട് യോശുവയുടെ പുസ്തകം 1:9 കാണുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഈ ഉറപ്പും ബലവും കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതമാകുന്ന കപ്പൽ യാത്ര തിരമാലകൾ നിറഞ്ഞതാണ്. അതിജീവിച്ച് മുന്നോട്ട് പോയേ മതിയാകൂ. ധൈര്യപ്പെടുത്താൻ, ശക്തി പകരാൻ അമരത്ത് ക്രിസ്തു ഉണ്ടാകും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം പുലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ, തിരയിൽ തോണി ഉലഞ്ഞവരലയുമ്പോൾ, അലകൾ ചീറി വരും ആ കടലിൽ ശിഷ്യഗണം പുലയും തോണി തുഴഞ്ഞിടറി നീങ്ങുമ്പോൾ, തിരയിൽ തോണി ഉലഞ്ഞവരലയുമ്പോൾ, അരുതേ ഭയമരുതേ ഇരുളിൽ ഗുരുവരുളി, ജലരാശി ഗുരുവിന്റെ നടവഴിയായി, വിശ്വാസം ഉടയാത്തോനായിരിക്കുക, ഇനിയും പത്രോസേ ദൈവവാക്യമോക്കുകയെന്നും. അലയും മുത്തുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. അലകടലിൽ അലയും മുത്തുവരെ ഒരുമയോടെ വരുവിൻ കരകയറാം. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽ തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽ തിരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ.